മേഘ, ഒരു മുന്നണിയിലെ സഖ്യകക്ഷികളുടെ മര്യാദ എങ്ങനെയാവണമെന്ന് മുസ്ലിം ലീഗിനെ മാതൃകയാക്കണം മറ്റുള്ളവർ. അതായത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന PM ശ്രീ, പാർ വിഷയം അല്ലെങ്കിൽ വിഴിഞ്ഞമാവട്ടെ, ഇതിലെല്ലാം ഒരു വ്യക്തമായ നിലപാടുണ്ട് മുസ്ലിം ലീഗിന്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ അവർക്കുള്ള വിശ്വാസ്യത അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് എങ്ങോട്ട് പോകാനാണെങ്കിലും കൈനീട്ടി സ്വീകരിക്കാൻ ഏതൊരു മുന്നണിയും തയ്യാറാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് കഴിഞ്ഞ 10 വർഷം UDF ഭരണമില്ലാത്ത കാലത്ത്, UDF ഈ പറഞ്ഞ ഭരണകക്ഷിയിൽ ഒരു വിലയും ഇല്ലായിരുന്ന കാലത്ത് വേണമെങ്കിൽ പോകാമായിരുന്നു മുസ്ലിം ലീഗിന്, പക്ഷേ പോയിട്ടില്ല. അതാണ് അവരുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്. 10 വർഷവും കൂടാതെ അത് മുസ്ലിം ലീഗ് മാത്രമല്ല, RSP പോലുള്ള പാർട്ടികളും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ UDF എപ്പോഴും വിശ്വസ്തരായി കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മുന്നണിയാണ്, മുന്നണിക്കൊപ്പം നിന്നു എന്ന് പറഞ്ഞ് ഒരു തരത്തിലും ഒരു നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ആളുകൾ കൂടിയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ പലരും ഇപ്പോൾ എതിർചേരിയിലുള്ള പലരും പറയുന്നതാണ് വർഗീയ പാർട്ടി, ആ പേര് പോലും പ്രശ്നമാണ്, വർഗീയത പറയുന്ന പാർട്ടി എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് ഒരിക്കലും വർഗീയത വെച്ച് പൊറുപ്പിക്കുന്ന പാർട്ടി പോലുമല്ല. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വിവാദങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴെല്ലാം മുസ്ലിം ലീഗാണ് മുന്നോട്ട് വന്നത്, ഇത് അന്വേഷിക്കണം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് അന്വേഷിക്കണം, ഇത് അന്വേഷിച്ച് ഞങ്ങളുടെ കയ്യിൽ കറയില്ല എന്ന് തെളിയിക്കണം എന്ന്. ഈ കോൺഫിഡൻസ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടിയിലാണ്. നിങ്ങൾ അന്വേഷിക്കുക, സോളാർ കേസ് വന്നു, നിങ്ങൾ അന്വേഷിക്കുക, ഞാൻ വന്ന് ഇരുന്ന് തരാം എന്ന് പറഞ്ഞ ആർജവം എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ്. അതുപോലെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മദ്യനയത്തിനോട് യോജിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. അവർ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അല്ലാതെ മുടന്തൻ ന്യായം പറയുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വോളുകളിൽ ഖണ്ഡകാവ്യം എഴുതി വിടുക, മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുക ഒന്നുമല്ല. നേരിട്ട് പോയി കാര്യം അവതരിപ്പിക്കുകയാണ്. ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ള നിലപാട് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇടതുപക്ഷമായാലും ഏതൊരു ഘടകകക്ഷിയാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇവിടെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പുറത്തു പറയാനുള്ള ആർജവം കാണിക്കണം. അതെപ്പോഴും കാണിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുപോലെ PM ശ്രീ വിഷയത്തിൽ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ നേരത്തെ എന്താണോ പഠിച്ചത് അത് തന്നെ പഠിച്ചാൽ മതി, പുതിയ കരിക്കുലം വേണ്ട, പുതിയ പദ്ധതികളൊന്നും വേണ്ട, PM ശ്രീക്ക് ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം തുടങ്ങി വെച്ച പരിപാടിയാണ്, കരാർ ഒപ്പിട്ട് കേരളത്തെ ചതിച്ചുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറണമെന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ്. ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നിലപാടുകളൊക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച എല്ലാവരുടെയും ഭൂരിപക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ജനസമ്മതി അവർക്കുണ്ട്. അത് വെറുതെ ഉണ്ടായതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മതം പറഞ്ഞുണ്ടാക്കിയതോ അല്ല, അവരുടെ ഈ പറഞ്ഞ ഓരോ കാൻഡിഡേറ്റിന്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് കിട്ടിയതാണ്. അതെ, ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു വിശ്വസനീയത ഈ ഓരോ സ്ഥാനാർത്ഥികൾക്കും. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ സിംഹഭാഗം ഒരു ഭൂരിപക്ഷം ഉണ്ടായത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. അദ്ദേഹം ഏത് നിലപാടിന് അല്ലെ ഏത് വിഷയങ്ങളിലായാലും ഈ ഒരു മുസ്ലിം ലീഗിൽ അടിയുറച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഓരോ നിലപാടുകൾക്ക് എപ്പോഴും അത് മുസ്ലിം ലീഗിന്റെ ഫോളോവേഴ്സിന് മാത്രമല്ല, കേരളത്തിൽ അപ്പാടെ, അതായത് ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ മതനിരപേക്ഷത താല്പര്യമുള്ള എല്ലാ ജനങ്ങളും എപ്പോഴും അംഗീകരിക്കുന്നതാണ് ഈ ഒരു കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു ജനനേതാവിൻ്റെ ആ ഓരോ നിലപാടുകളും. അതെ, കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ഒപ്പമുള്ള MLA-മാരും എല്ലാം തന്നെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കെല്ലാം എനിക്ക് തോന്നുന്നു പേരാമ്പ്രയിൽ ഈ ഖൗമിലെ കുട്ടി എന്ന വിവാദം ഉണ്ടാക്കുന്നത് തന്നെ മുസ്ലിം ലീഗിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനുശേഷം അത് പൊളിയുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം ലീഗ് എന്താണ്, മുസ്ലിം ലീഗിന്റെ ആശയം എന്താണ് എന്നറിയുന്നവർ ഈ പറഞ്ഞ അവിശ്വസിക്കാൻ പോലും സാധ്യതയില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ പേരിൽ ഒരു അലിഗേഷൻ കേൾക്കുകയാണെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അവരുടെ വിശ്വാസ്യതയും ഒരുപോലെയാണ്. അത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ വയനാട് ചുരൽമല ദുരന്ത ഭൂമിയിലുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പറയേണ്ടത് പറയണം. കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് നടക്കുകയായിരുന്നു. വീട് പണി പൂർത്തിയാക്കുന്നില്ല, പൂർത്തിയായി കുറെ PR ചെയ്യുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വീട് അവർ സ്ഥലം തന്നില്ല, ഇത് പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പറയേണ്ട കാര്യം പറയണം.
രണ്ട് വിഭാഗത്തിലും പ്രശ്നങ്ങളുണ്ട്. അവിടെ നിങ്ങൾ രാഷ്ട്രീയം കളിച്ച് മറ്റൊരാളുടെ തലയിൽ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടേണ്ട ഒരു വിഷയമല്ല ചൂരൽമലയിലെ പുനരധിവാസം എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള മോറൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു PR വർക്കും ഇല്ല. ഞങ്ങളിത് ചെയ്തേന്ന് ആരും പറഞ്ഞിട്ടില്ല. കൃത്യമായി വീട് വെച്ച്, അവർക്ക് സുന്ദരമായ വീടുകൾ വെച്ച്, അന്ന് രാവിലെ ആ വീട് കൈമാറി അവിടെ കയറി താമസം തുടങ്ങുമ്പോഴാണ് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നിറയുന്നത്. ഇപ്പുറത്ത് കിണർ കുഴിച്ചത് മുതൽ ബേസ്മെന്റ് ഇട്ടത് മുതൽ പെയിന്റ് അടിച്ചതും എല്ലാം വാർത്തയാക്കിക്കൊണ്ടിരുന്ന എല്ലാ മുന്നണികൾക്കും എല്ലാ പാർട്ടികൾക്കും ഇതൊരു ഉഗ്രൻ മാതൃകയായിരുന്നു. ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്കും വീട് വെച്ചിട്ടുണ്ട്. ഈ വീട് വെച്ചതിൽ ഗണപതി ഹോമം നടത്തി കയറി താമസിച്ച ആൾക്കാരെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുമ്പോൾ അതവരുടെ വിശ്വാസമല്ലേ, ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം അവരുടെ മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ ഞങ്ങൾ ആളല്ല, അവരുടെ വിശ്വാസം. ഇനി അത് അവരുടെ വീടാണ്. ഇനി അതിനുശേഷം നമ്മളത് കേട്ടോ, മുസ്ലിം ലീഗിന്റെ വീടിനെ പറ്റി അതിനുശേഷം ഒരു വാർത്തയും എങ്ങും വന്നിട്ടില്ല. ഇത്ര വീടുകൾ വെച്ച് ഞങ്ങൾ കൊടുത്തു, ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സേവിക്കുന്ന പാർട്ടി എന്ന് പോലും ഇവർ പറയാൻ തയ്യാറായിട്ടില്ല. അത് പറയുന്നതിലല്ല, ചെയ്തു കൊടുക്കുന്നതിലല്ല, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കുന്നതിലാണ് നിലപാട് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അതൊരു മാതൃകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഇപ്പോൾ നമുക്കറിയാം, മുസ്ലിം ലീഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുരപ്പുറത്ത് കയറിയിരുന്ന് കൊട്ടിഘോഷിക്കുന്ന വ്യക്തികളല്ല അതിനകത്തുള്ള MLA-മാരോ നേതാക്കളോ ഒന്നും തന്നെ. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു സമൂഹം വേട്ടയാടുകയാണ്, വർഗീയതയുടെ ചാപ്പ കുത്തി വേട്ടയാടുന്ന ഒരു പാർട്ടിയാക്കി അതിനെ മാറ്റുകയാണ്. എന്തായാലും ഒരുവിധം എല്ലാ മനുഷ്യർക്കും, കേരളത്തിലുള്ള ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതങ്ങനെയല്ല. നേരിന്റെയും നെറിയുടെയും നിലപാടിന്റെയും കൂട്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന PM ശ്രീ ഇഷ്യൂ CPM എന്ന മുന്നണി അല്ലെങ്കിൽ ഈ ഒരു സഖ്യകക്ഷി ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി ആരോടും പറയാതെ പോയി ഒപ്പുവെക്കുകയായിരുന്നു. അതിൽ പിണക്കമുണ്ടായിരുന്ന CPIക്ക് ഒരു വാക്ക് പോലും മിണ്ടാൻ സാധിച്ചില്ല. മിണ്ടിയിട്ടും കാര്യമില്ല. കാരണം CPM-ന്റെ മോണോപോളി നടന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ആ കഴിഞ്ഞ 10 വർഷം. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു പുതിയ ഭരണം കയറിയതിൽ പിന്നെ ഇന്ന ഒരു സഖ്യകക്ഷിയുടെ രീതിയിലുള്ള യാത്രയല്ല ടീം UDF-ൻ്റേത്. മുമ്പ് VD സതീശൻ പറഞ്ഞിരുന്നത് ടീം UDF എന്നാണ്. ടീം UDF-ൻ്റെ ഒരു പ്രധാന ശക്തി അല്ലെങ്കിൽ പ്രധാന ഒരു കേന്ദ്രമായിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിനുള്ള 5 വർഷവും ഇതുപോലെ ടീം UDF-ന്റെ ഒരു പ്രധാന ശക്തിയായി മുസ്ലിം ലീഗ് കേരളത്തിൽ തുടരും. അതെ, ഇപ്പൊ മുസ്ലിം ലീഗ് മുന്നണി വിട്ട് പോകാത്തതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. ഈ പറഞ്ഞ ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളും ഒരു ഭാഗമാണെന്നുള്ള തോന്നൽ കൊടുക്കാൻ ഈ പറഞ്ഞ ടീം UDF-നായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ വരും കാലങ്ങളിലും മാറ്റമുണ്ടാകണം. ഒരു വർഗീയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വർഗീയ ബോർഡോ ഫ്ലെക്സോ എന്തെങ്കിലും കണ്ടാൽ അത് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗോ MSF-ഓ ആണെന്ന് പറയുന്ന ആ ഒരു തോട്ടിന് ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്.